അങ്ങനെ ഞങ്ങൾ മേഘാലയയിലെ മറ്റൊരു ഗ്രാമത്തിലെത്തി. ഒരു കൊച്ചു ഗ്രാമം. ഇതിനെ ആളുകൾ വിളിക്കുന്നത് ഹിഡൻ കന്യൂൺസ് ഓഫ് മേഘാലയ എന്നുകൂടിയാണ്. ഞങ്ങൾ ആ വില്ലേജിൽ ടെന്റ് അടിക്കാൻ നല്ല സേഫ് ആയിട്ടുള്ള സ്പോട്ട് നോക്കി പോയപ്പോഴാണ് ഈ വീട്ടുകാരെ പരിചയപ്പെട്ടത്. വളരെ ഐക്യത്തോടെ സ്നേഹത്തോടെ കഴിയുന്ന കുറച്ചു മനുഷ്യർ. അവർ ഞങ്ങൾക്ക് ടെന്റ് അടിക്കാൻ സ്ഥലം തന്നു, ശേഷം കഴിക്കാൻ ഭക്ഷണവും. ഇങ്ങനെയുള്ള നല്ല മനുഷ്യർ നല്ല സന്തോഷത്തോടെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കരുതിയ ഞങ്ങൾക്ക് തെറ്റി. ഏറ്റവും അടിസ്ഥാനമായ വെള്ളം പണം കൊടുത്ത് വാങ്ങി അളന്ന് തിട്ടപ്പെടുത്തിയാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ആ നാടിന്റെ കൃഷിയും പ്രകൃതി ഭംഗിയും നേരിട്ട് അനുഭവിച്ചറിയാനായി ആ വീട്ടിലെ 3 സഹോദരിമാരോടൊപ്പം അവരുടെ നാട് കാണാനായി അങ്ങ് ഇറങ്ങി. ആ കുന്ന് വരണ്ട പോലെയാണെങ്കിലും അങ്ങ് ആകാശവും താഴെയുള്ള മലകളുടെ കളർഫുൾ വിഷ്വൽസും ശരിക്കും അട്രാക്റ്റീവ് ആണ്. ഇപ്പോ അൺസീസൺ ആണ്, അതിനാൽ ഇവിടെ കൃഷിയൊന്നും ചെയ്യുന്നില്ല. ആ സൺസെറ്റ് വ്യൂ മനസ്സിൽ തൂക്കി അവിടുന്ന് നേരെ നൊഞ്ചറോങ്. അവിടെ എത്തിയത് സൺഡേ. സൺഡേ ക്ലോസ്ഡ് ആണ്. അതറിഞ്ഞപ്പോൾ പിന്നെ മലകൾക്ക് മുകളിലുള്ള ഓർഗാനിക് ഓറഞ്ച് തോട്ടം കാണാനായി അങ്ങോട്ട് പോയി. അവിടെ താഴെ വീണ ഓറഞ്ചൊക്കെ പെറുക്കിയെടുത്തു. അതിലൊരു ഓറഞ്ച് എടുത്ത് അങ്ങ് കഴിച്ചു. എന്തൊരു ഫ്രഷ്നെസ്സും ടേസ്റ്റുമാ. ശേഷം അവിടെ തിരിച്ചു നടന്ന് പാടങ്ങൾക്ക് നടുവിലെത്തി. അവിടെ ഇരുന്ന് ലഞ്ചായി റൈസും ട്രഡീഷണൽ ആയിട്ടുള്ള ചിക്കൻ കറിയും അങ്ങ് കഴിച്ചു. ഉള്ളത് പറയാലോ, നല്ല ടേസ്റ്റ്. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നീട് അവരുടെ ഓർഗാനിക് ഹണി കഴിച്ചു. ശരിക്കും നല്ല കട്ടി കൂടിയ കലർപ്പില്ലാത്ത തേൻ. അവിടുത്തെ ഓറഞ്ചിന്റെ മധുരത്തോളം തേനിന്റെ കട്ടിയോളം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നാണ്. വെള്ളം അളന്നുപയോഗിക്കുമ്പോഴും സ്നേഹം അളവില്ലാതെ തന്ന ആ നല്ല മനുഷ്യർ.